അതിഥികൾ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ഒരു അതിഥി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ആയി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പെരേക്ക് വാ പെരേക്ക് വാ പെരേക്ക് വാ. അങ്ങനെ അവസാനം 25ഓളം വരുന്ന കുടുംബ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആ 2 വ്യക്തികളോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. വരൂ, കടന്നു വരൂ. വാ, നീ എങ്ങനെ ഇവിടെ വന്നു? എനിക്ക് തട്ടി പറ്റി ഇങ്ങോട്ട് വരാനുണ്ടായ മോട്ടീവ്? പാത്തു കൊറേ ആയി പറയണ്. അല്ല, അങ്ങനെയല്ല, ഞാൻ വരൂ, അങ്ങനെയല്ല. പാത്തുവിനെ കുടുംബ പ്രേക്ഷകർ കാത്തിരിക്കല്ലേ, 25ഓളം വരുന്ന കുടുംബ പ്രേക്ഷകർ കാത്തിരിക്കല്ലേ. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു രണ്ടും കൽപ്പിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. അങ്ങനെ പാത്തുവിന്റെ വണ്ടി ഇന്നലെ രാത്രി ഞാനാണ് ഡ്രൈവ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതൊരു പ്രത്യേകത. 8 മാസത്തില് പേടിയാണോ വണ്ടിയില് പെൺകുട്ടികളെ വണ്ടി ഓടിക്കാകുമ്പോ എനിക്ക് ഇരിക്കാൻ പേടിയാണോ? അല്ല, ഞാൻ എനിക്ക് വണ്ടി ഓട്ടാൻ അറിയുമ്പോ ഞാൻ പെൺകുട്ടികളെ കൊണ്ട് ഓടിപ്പിക്കാറില്ല. എന്താ, എനിക്കത് ഇഷ്ടല്ല, പേടിയാ. പ്രത്യേകിച്ച് ബലപ്പം ഞാൻ കയറില്ല. ബലപ്പം ബലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് കാണണം ബലി പോണത്. ഇങ്ങനെ പോവാം. അല്ല, ഇപ്പൊ കുറെ മാറി. പക്ഷെ എന്നാലും 24,000 കിലോമീറ്റർ മാഷാള്ള എവിടെയും തട്ടാതെ ഓട്ടി അല്ലേ? 24,000 കിലോമീറ്റർ ഓടിയില്ലേ? ഇപ്പൊ തന്നെ പോലെ എത്ര കിലോമീറ്റർ ആയി? എത്രയോ ഹൈക്കണ്. അപ്പൊ രണ്ടാളും കോഴിക്കോട് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. പലിച്ച വ്ളോഗിൽ പങ്കാളികളാവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നത് വരാൻ പറഞ്ഞിട്ട് ഇന്നാണ് നടന്നത്. വരി വരി വരി. അസ്സലാമു അലൈക്കും ഇമ്മച്ചി. ഹായ്, റീജോയിൻ റീജോയിൻ. പുറത്തോണ്ടേ വെക്കാനാ? ക്ഷമിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, ഞാൻ വിളിച്ചോളാം. സുഹൃത്തുക്കളെ, നമ്മളിവിടെ വന്നിട്ട് ഏകദേശം ഒരു മൈക്കില്ല. അല്ല, ഇവിടെ ഓട്ടറയിൽ ഞാൻ കയറി ഇരിക്കാം. സെറ്റ് ചെയ്തൊക്കെ ബാക്ക് പോണില്ലല്ലോ. അത് ഇത്രയും കാലത്ത് ബന്ധം മൈക്കൊന്നും എടുക്കാണ്ട് വന്നിട്ടുള്ള. എങ്ങനെയുണ്ട് എന്റെ വണ്ടി ആദ്യമായിട്ടല്ല ഓട്ടണേ? സൂപ്പർ, അടിപൊളി. ഞാൻ കുറച്ച് ദൂരം പോട്ടെ, അതിപ്പോ ആകാ കൊണ്ടുള്ള ഓട്ടി. അത് ഓട്ടോമാറ്റിക് അല്ലേ? സുഖല്ലേ? 23,000 കിലോമീറ്റർ ഓടിയോ? ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം, ട്രിവാൻഡ്രം എങ്ങനെ ഓട്ടോ ഇപ്പോഴത്തെ വണ്ടി എടുത്ത് എത്ര കൊല്ലായി? ഒരു 9 മാസം. 9 മാസം? 9 കഴിഞ്ഞ ഏപ്രിൽ എടുത്ത് അല്ലേ? ഞാൻ വർക്കിന് പോണില്ലേ, വെറുതെ ഇരിക്കുന്നില്ലല്ലോ. ഇന്റേത് 12 മാസം, 13 മാസം. സെയിം സെയിം. ഇന്റേത് 28, ഹൈക്രോസ് 28, ഹൈക്രോസ് 30, ഡിസൈർ 28. വർക്കിന് പോണില്ലേ? അത്ര വർക്കില്ല നമുക്ക്. ഈ നോമ്പ് കാലത്ത് എത്താ ഇങ്ങൊക്കെ വർക്ക് കൂടുതല്? മാഷാ അല്ലാഹ്. ചോറെന്തിനും വാങ്ങാം. ഇങ്ങനെ പിടിച്ചാല് അവിടെ നിന്നുള്ള ഇത് കിട്ടും. ഇതിപ്പോ നിങ്ങളുടെ തലേ കാണുള്ളൂ. പക്ഷെ നിങ്ങൾ പിടിക്കുമ്പോ നമുക്ക് ഹനാന്റെ വീട്ടിലെത്തിയിട്ട് ബാക്കി കാണാം. മൈക്കൊന്നും ഇല്ല, പിന്നെ സ്റ്റാൻഡും ഇല്ല. സ്റ്റാർട്ടും അങ്ങനെ തട്ടിക്കൂട്ട് അപ്ലോഡ് ആയ ഭാഗ്യം മാത്രമേ. ചാക ഇവിടെ ബെസ്റ്റ്. ഏത് ലോക്കൽ തമാശക്കും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. പണ്ട് മുതലേ അങ്ങനെയാണ്.
അതല്ല എന്നോ പറയാ ഈ ക്യാമറ മാറ്റി ബ്ലോഗാരടുത്ത് ബാക്കിലെ എടുക്കാൻ ഏൽപ്പിച്ചിട്ടേ ഈ ക്യാമറ ഷൂട്ട് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. ഇന്ന് വന്ന കെട്ട് അതന്നെ നമ്മളൊക്കെ പോയില്ലേ, എന്റെ ഡ്രസ് എത്തിയില്ലേ, നമ്മള് ഷർട്ട് എത്തിയില്ലേനോ. അതിന് 10 വരെ ഞാൻ മയ്യത്തിന് പോലെ ഉണ്ട്. ഇത് ഓന്റെയാണ്. ആദ്യമായിട്ട് ഷോപ്പിൽ പോണതിന് മുന്നേ നമുക്ക് ഷോപ്പിലെത്തുന്നതിന് മുന്നുള്ള സാധനങ്ങൾ ഞാൻ ഇട്ടോ. ഡ്രസ് അയക്കുക ഇവിടെ വലിച്ചു മാറിയിട്ടോ. എടുത്തുക്കണ്ടേ കുട്ടി വൈറ്റ് നമ്മളാദ്യം കളക്ഷനും പുറത്തുള്ളൂ. അല്ല അപ്പൊ ഡ്രസ് ഇട്ടതിട്ടു പിന്നെ കട്ടുവേണം ഇവിടെ. ഇവിടെ വന്നപ്പോ എനിക്കും അതിന് അത് സെയിം ലെങ്ത് കൂട്ടണമെങ്കിൽ അതിന്റെ അടിയിൽ എന്തെങ്കിലും ഒരു സാധനം തേച്ച് കൂട്ടണം. ലോകം കാണുന്നേ എടുങ്ങാറുണ്ടോ? അതിലെന്താ ചെയ്യണ്ടേ? പിന്നെ വലിയ ഫ്ലയർ പോലെ ചുരുങ്ങി ഇരിക്കണം. റൗണ്ട് ഒരു സാധനം ഉണ്ടാവും അടിയിൽ. എന്തെങ്കിലും വേറെ ഐഡിയ ഉണ്ടാ എന്ത് ചെയ്യാം? കാഴ്ചക്ക് ഇപ്പോഴേ പോയി എന്ത് ചെയ്യാം? വൃത്തികേടാവാത്ത രീതിയിലുണ്ട്. രീതിയിലോ ഒരു മറ്റേ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കലാകാരന്റെ അടുത്ത് വന്ന വൃത്തികേടാവാത്ത മമ്മൂട്ടിന്റെ ഒരു പടത്തെ കുറിച്ചിട്ടേ മമ്മൂക്ക വൃത്തികേടാവാത്ത രീതിയിൽ അഭിനയിക്കണം അറിയോ? വർഷങ്ങളായിട്ട് ഫീൽഡിലുള്ള സിനിമാ താരങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്യുന്ന ആളെ പീഡിനത്തെ വൃത്തികേടാവാത്ത ക്വാളിറ്റി ചെയ്ത് തരണം. ഷെയ്ക്ക് കൂട്ടാണ് പീഡ. അപ്പൊ അവിടെ അഡ്വഞ്ചർ തിരിച്ചായി ഇവിടുന്ന് നാടുകൂടെ പുതിയ ജീവിതം തുടങ്ങിയ ഇപ്പൊ ഈ പാത്തൊക്കെ +2 തോറ്റതാണ്. അല്ല മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇപ്പത്തെ ഇതേപോലെ 10ാം ക്ലാസ് തോറ്റ് സൽമാൻ ഡിഗ്രി പോലും ഫുള്ളാക്കിയില്ല. 18 സപ്ലി. ഇക്കു B.Ed കേരളത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയി പഠിച്ചു. അപ്പം എനിക്ക് പറയുള്ളത് നമ്മളൊക്കെ എനിക്ക് എല്ലാവരോടും പറയുള്ളത് ഇപ്പം നമ്മളാരും വലിയ ടോപ്പ് ക്ലാസ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കേട്ടോ. കഴിഞ്ഞോ ഇഞ്ച് ടോപ്പ് സ്റ്റുഡന്റ് എനിക്ക് എത്ര മാർക്ക് +2? എനിക്ക് ഓർമ്മൊന്നുമില്ല. +2 ഒക്കെ എല്ലാ മനുഷ്യന്മാരും 4 എന്നിട്ട് നമ്മളൊന്ന് ടോപ്പ് സ്റ്റുഡൻസ് എല്ലാം ഉണ്ട്. അവിടെ അങ്ങനെ നമ്മളല്ല 10ാം ക്ലാസ്സിൽ 4+ഓ? അപ്പൊ മറ്റേ മോശം അറബി IT മലയാളം എന്താ മലയാളം സെക്കൻഡ്. അപ്പം എക്സാം ടെൻഷനുകളിൽ സഞ്ചരിച്ചിരിക്കുന്ന കുട്ടികളോട് 2 സമാശ്വാസത്തിന്റെ വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പൊന്നാനി LP സ്കൂളിയുടെ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ പാത്തുവിനെ ക്ഷണിക്കുന്നു. അല്ല എന്താ ടെൻഷൻ എല്ലാരും പഠിക്കും. അല്ലല്ല ഓക്കെ. ഞാന് +2 പഠിക്കുമ്പോ എന്റെ ടീച്ചർ എന്നോട് പറഞ്ഞൊരു മോട്ടിവേഷൻ കേട്ടോ. ഒന്നുമില്ല അല്ലല്ല ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു പറയാൻ വിടൂ ഇത്. വായിച്ചാൽ വളയുന്നു. വായിച്ചാലും വളയും, വായിച്ചില്ലെങ്കിലും വളയും. വായിച്ചു വളയുന്നവൻ വളഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സ്വയം വളയാതെ നോക്കുക.
അല്ല അതന്നെ ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ പഠിക്കാണ്ടൊക്കെ പഠിക്കുക. അപ്പൊ 10ാം ക്ലാസ്സിൽ പാത്തുവിന്റെ ടീച്ചർ പാത്തുവിനോട് പറഞ്ഞതാണ് ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല. എന്തിനാ പറഞ്ഞാണ് ടീച്ചറിനോട് ലൈവിൽ നിന്നൊന്നും ഉണ്ടാവണില്ല. അതാണല്ലേ 10ാം ക്ലാസ് ടീച്ചറോട് പറഞ്ഞത്. ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് കുട്ടിയൊക്കെ എന്താ കാര്യം? ഉദ്ദേശം എന്താ അറിയോ, നമ്മള് +1 പഠിക്കുന്ന സമയത്ത് ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്ന സമയത്ത് നമ്മള് അല്ല ഈല മാർക്ക് കൊണ്ടൊന്നും നമ്മൾ എവിടെ എത്തൂല. അങ്ങനെയല്ല ഐ മീൻ ഇതൊരു ഭയങ്കര സംഭവമൊന്നുമല്ല. അവരെ ഫ്രീ ആക്കി വിടണ്ട. അങ്ങനെ ഇത് ഫുൾ A+ കിട്ടിയോണ്ടൊന്നും അങ്ങനെയല്ല. നമ്മള് പഠിക്കുന്ന അത്ര പഠിച്ചാൽ മതി, എഴുതാൻ പറ്റുന്നൊക്കെ അത് പഠിച്ചാൽ മതി. ഇതൊന്നും എവിടെയും ചോദിക്കാനൊന്നും ഉള്ളത് മതി. അജുവദിന് എനിക്ക് ഉണ്ടായിരുന്നു മോട്ടിവേഷൻ പറയണമെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വേണം. ആ ഒരു ക്വാളിഫിക്കേഷൻ എനിക്ക് അത്യാവശ്യമല്ല, അതിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊന്നും പറയണ്ടല്ല. കൊമേഴ്സിലാ കമ്പ്യൂട്ടർ സയൻസിലാ ഒറ്റ സപ്ലൈ ഇല്ല അപ്പോഴും. എന്തുകൊണ്ട് കുട്ടികളൊക്കെ ക്ലാസ് തന്നെയാണ്. എന്തുകൊണ്ട് എല്ലാ മക്കളും ക്ലാസ്സിൽ വരണമെന്ന് പറയുന്നുണ്ട്. മഞ്ജു ചിഞ്ചു രഞ്ജു സ്കൂളിൽ ചെന്നിട്ടില്ലെങ്കിൽ കോപിക്കും അവർ. അപ്പൊ എല്ലാ പീരീഡും ക്ലാസ്സിൽ വേണ്ടത് എന്റെ കൂടി നിർബന്ധമാണെന്ന് പറഞ്ഞു.